എൻ്റെ പേര് PJ ഫിലിപ്പോസ്, സ്ഥലം പള്ളം. ഇവിടെ വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പരിശുദ്ധനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. ഇവിടെ എനിക്ക് മുമ്പായിട്ട് സംസാരിച്ച സ്നേഹിതൻ പറഞ്ഞു, യേശുക്രിസ്തു ദൈവമാണെന്ന് ബൈബിളിലെങ്ങും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എത്ര വാക്യങ്ങൾ വേണം ഈ ബൈബിളിൽ നിന്ന്, വിശുദ്ധ ബൈബിളിൽ നിന്ന് യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്, സത്യദൈവമാണ്, സകലത്തിനും ഇത് ദൈവമാണ്, മഹാദൈവമാണ് എന്നുള്ള അനേക വസ്തുതകൾ തെളിയിക്കാനായിട്ട് എനിക്ക് സാധിക്കും. പക്ഷേ ചോദ്യം ഞാൻ ചോദിക്കാം. പക്ഷേ എന്റെ മുൻപാകെ സമയമില്ലാത്തത് കൊണ്ട് ഒരു ചോദ്യം ഞാൻ ചോദിച്ചുകൊണ്ട് ഇരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തീയ, അതായത് വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ, ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ, ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന ആശയം ദൈവം ഏകനാണ്, അപ്പോൾ തന്നെ ത്രിഏകനാണ് ദൈവം, അതായത് ത്രിയേക ദൈവം എന്നുള്ളതാണ്. അപ്പൊ ത്രിയേക ദൈവത്തെ കേവലം ഒരു സൃഷ്ടിക്ക്, വലിയവനായ ദൈവത്തെ ഈ ചെറിയ ബുദ്ധിയുള്ള മനുഷ്യന് അവന്റെ ബുദ്ധിയിൽ ഒതുക്കുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ആരെങ്കിലും ത്രിയേക ദൈവത്തെ പറ്റി, ദൈവം ത്രിയേകനല്ല എന്ന് സ്ഥാപിക്കുവാനായിട്ട് തുനിഞ്ഞാൽ അത് ഒരു മനുഷ്യനും സാധ്യമല്ല. അങ്ങനെ തുനിഞ്ഞിട്ട് ദൈവം ത്രിയേകനല്ല എന്ന് ആ വ്യക്തി തെളിയിക്കുകയാണെങ്കിൽ ആ വ്യക്തി ദൈവത്തോട് തുല്യനാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരം, നമ്മൾ വെറും സൃഷ്ടികളാണ്, ദൈവം വലിയവനാണ്. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ഒരു ചോദ്യം തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. ലോകത്തിൽ ഇതുവരെയും വന്നിട്ടുള്ള ഒരു ഗുരുവും ഒരു മഹാനായ വ്യക്തിയും ഇതുവരെയും ചോദിക്കാത്തൊരു ചോദ്യമാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചത്. അതെന്താന്ന് പറയാം. മനുഷ്യപുത്രനെ ജനങ്ങൾ എന്തു പറയുന്നു? അല്ലെങ്കിൽ യേശുക്രിസ്തു ഞാൻ ആരാണെന്നാണ് ലോകം പറയുന്നത് എന്നാണ് ശിഷ്യന്മാരോട് ചോദിച്ചത്. ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, നീ ഒരു പ്രവാചകനാണ്. യെരമ്യാ പ്രവാചകൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നതാണ്. യോഹന്നാൻ സ്നാപകൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നതാണ്. ഏലിയാ പ്രവാചകൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ, അന്നുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാട് യേശുക്രിസ്തു കേവലം ഒരു പ്രവാചകൻ മാത്രമാണെന്നായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ഉടനെ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ പറ്റി എന്ത് പറയുന്നു? നിങ്ങൾ എന്റെ കൂടെ നടക്കുന്നുണ്ട്, എന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എന്റെ പ്രസംഗങ്ങളും എല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉടനെ പത്രോസ് എന്ന ശിഷ്യൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. യേശുക്രിസ്തു അവിടെ നിഷേധിച്ചില്ല. യേശുക്രിസ്തു പത്രോസിനോട് പറഞ്ഞത്, പത്രോസേ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, പിതാവായ എന്റെ ദൈവമത്രേ ഞാൻ ദൈവപുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയണം. അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ചോദ്യമായിട്ട് തന്നെ ചോദിക്കാം. സല കൊടുക്കും സാറ, ചോദ്യം ചോദിക്കാം. ചോദ്യം ചോദിച്ചോളൂ, പക്ഷെ നിങ്ങൾ അതിന് ഉത്തരം പറയണം. ഞാൻ ചോദിച്ചത്, യേശുക്രിസ്തു ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ദൈവമാണ് എന്ന് തന്നെ ശിഷ്യം പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു ആ പ്രസ്താവനയെ നിരാകരിച്ചില്ല, നിഷേധിച്ചില്ല. യേശുക്രിസ്തു പറഞ്ഞു, പത്രോസേ, നീ ഭാഗ്യവാൻ. നിനക്ക് മനുഷ്യർക്ക് വെളിപ്പെടുന്ന കാര്യമല്ലത്. ദൈവമായ, പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുക്കാതെ ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിന്റെ ദൈവത്വം മനസ്സിലാക്കുവാൻ കഴിയില്ല. ഉത്തരം പറയണം. നിങ്ങൾ എന്തുത്തരം പറയുന്നു?
ബഹുമാനപ്പെട്ട ജ്യേഷ്ഠ സുഹൃത്ത് ഫിലിപ്പോസ് സാറ് ധാരാളം വിഷയങ്ങൾ സംസാരിച്ചു. ത്രിയേകത്വവുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിച്ചു. എറണാകുളത്തും അതേപോലെ നിലമ്പൂരും നടന്ന പരിപാടിയിൽ സാർ അംഗീകരിക്കുന്ന പുസ്തകങ്ങളായിരിക്കും നമ്മുടെ സുശീലൻ സാറിൻ്റെ സിസ്റ്റമാറ്റിക് തിയോളജി, അതേപോലെ ജോൺസൺ സി ഫിലിപ്പിൻ്റെ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സും, അതേപോലെ തന്നെ നമ്മുടെ എം വി ചാക്കോ സാറിൻ്റെ ദൈവശാസ്ത്രം. ഇതിനകത്തൊക്കെ നിന്നുകൊണ്ട് ഏതർത്ഥത്തിലാണ് ക്രൈസ്തവ ലോകം, ഞാൻ പുതിയ ഒരു ദൈവസങ്കല്പം പറഞ്ഞ് അത് ഞാൻ തന്നെ പൊളിച്ച് ഞാൻ വിശദീകരിച്ച് അതൊരു ഒരു ബഹുദൈവ വിശ്വാസത്തിലേക്ക് എത്തിച്ചതല്ല. ക്രൈസ്തവ ലോകം പറയുന്ന ദൈവവിശ്വാസം എന്ന് പറയുന്നത് 3 പൂർണ്ണ നിത്യതയുള്ള സഹ അസ്തിത്വമുള്ള വ്യത്യസ്തരായ, പിതാവെന്ന് വെച്ചാൽ പുത്രനല്ല, പുത്രൻ എന്ന് വെച്ചാൽ പിതാവല്ല, അങ്ങനെ 3 വ്യത്യസ്തരായ എന്നെന്നും നിലനിൽക്കുന്ന 3 ദൈവിക വ്യക്തികൾ. ഈ 3 വ്യക്തികൾ ഒന്നാകണമല്ലോ, ഏകമാകണമെങ്കിൽ. 3 എന്ന് പറഞ്ഞത് ഇതാണ്, 3 ക്ലിയർ, അതിനകത്ത് സംശയം വേണം. അതിനകത്ത് നമുക്കും ആർക്കും സംശയമില്ല. പ്രശ്നമാകുന്നത് എപ്പോഴാ? 3 in 1 എന്ന് പറയും. 3 ഒന്നാകുന്നതാണ് പ്രശ്നം, 1 ആകുന്നതാണ് പ്രശ്നം, അല്ലെ? ഈ 1 ആകുന്നത് ക്രൈസ്തവ സുഹൃത്തുക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സുഹൃത്തുക്കളല്ല, പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ആ ചരിത്രം മൂലം നിക്കിയ വിശ്വാസ പ്രമാണം, കോൺസ്റ്റന്റിനോപ്പിൾ ചരിത്രം, അതിനുശേഷം ഇങ്ങോട്ട് വരുന്നിടത്തെല്ലാം അവർ വിശദീകരിച്ചു. അതിന്റെ ഭാഷ സാർ ഇച്ചിരി പഠിച്ച ആളെന്നുള്ള നിലയിൽ ഞാൻ ആ ഭാഷകളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർ പറഞ്ഞു അവരുടെ ഊസിയ ഒന്നാണ് എന്ന് വെച്ചാൽ അവരുടെ എല്ലാം സത്ത, ഗുണം അഥവാ ദൈവ സ്വഭാവം ഒന്നാണ്. അത് ഹോമോ ഊസിയാണ്. എന്നുവെച്ചാൽ ദൈവ ഗുണം, പിതാവിന് എന്തൊരു ദൈവത്തിന്റെ ഗുണം എന്താണോ അത് തന്നെയാണ് പുത്രന്റെയും ദൈവഗുണം, അത് തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെയും ദൈവഗുണം. ഇത് അല്ലാതെ ഒന്നാണെന്നല്ല. അവരുടെ ഊസിയ ഒന്നാണ്. സാറിന് സംശയം ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഈ പുസ്തകം വായിച്ചു കേൾപ്പിക്കും. ദൈവ സ്വഭാവത്തിലും ദൈവ ഗുണത്തിലും, മുസ്ലിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ സിഫത്തിൽ, അള്ളാഹുവിനുള്ള അതേ സിഫത്ത് മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കാം. ഈ തരത്തിലാണ് ഈ സിഫത്താണ് ഒന്നെന്ന് പറയുന്നത്. ഈ 3 പേർക്കുമുള്ള ഗുണങ്ങളുടെ ആകത്തുകയാണ് ഒന്ന്. അല്ല ദൈവം എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും ഒന്നാണെന്നൊരു വാദമില്ല. പിതാവെന്ന് പറയുന്നത് പുത്രൻ എന്ന് പറയുന്നത് ദൈവം തന്നെയാണെന്നൊരു വാദമില്ല. അങ്ങനെ ഒരു വാദം 2-ാം നൂറ്റാണ്ടിൽ ആളുകൾ പറഞ്ഞു. ദൈവശാസ്ത്രജ്ഞനായിരുന്ന സെബല്യൻ എന്ന് പറയുന്ന ഒരാൾ പറയുകയും ആ സെബല്യസിനെ സഭ ശപിച്ചു പുറത്താക്കുകയും ചെയ്തു. അതിനെ അവര് ധാരാളമായി കൊണ്ട് അന്ന് തന്നെ അത് പുറത്താക്കി. പിന്നെ അതില്ല. പിന്നെ ട്രിനിറ്റി എന്ന് പറയുന്നത് ഈ ഹോമോ ഊസിയയുടെ അടിസ്ഥാനത്തിലും 2-മതൊരു പദപ്രയോഗം അവർ നടത്തി. പെരിക്കോറസിസ് എന്നാണ് അതിന് പറയുക. എന്ന് വെച്ചാൽ ഈ 3 പേരും തമ്മിൽ നല്ല ഐക്യത്തിലും സ്നേഹത്തിലും ആയിക്കൊണ്ട് ഒന്നാകുക. അതിനവർ ഉദാഹരണം പറഞ്ഞത് അപ്പോസ്തല കാലഘട്ടത്തിൽ സഭാവിശ്വാസികളെല്ലാം ഒറ്റക്കെട്ടായി ഏക മനസ്സോടെ പ്രവർത്തിച്ചു അങ്ങനെ മനുഷ്യർക്കത് സാധ്യമാകുമെങ്കിൽ എന്നെന്നും നിലനിൽക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും ഇടയിൽ ഒരു സ്നേഹബന്ധം ഇൻഡ്വെല്ലിംഗ് ആയിക്കൊണ്ടുള്ള, പരസ്പരം ഇഴുകിച്ചേർന്ന, അല്ല എങ്കിൽ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന തരത്തിൽ ഒരു സ്നേഹം ഉണ്ടാവുകയില്ലേ? അങ്ങനെ ഒരു പെരിക്കോറസിസ് ഉണ്ടെങ്കിൽ ആ പെരിക്കോറസിസ് അഥവാ ഇവരുടെ ഈ അഗാധമായ സ്നേഹം ഈ മനുഷ്യന്മാരെ തമ്മിൽ ഒറ്റ ആളാക്കുമെങ്കിൽ ദൈവങ്ങളെയും ഒന്നാക്കാതിരിക്കുമോ? ചുരുക്കി പറഞ്ഞാൽ ഈ 2 തത്വങ്ങൾ വഴി, ഹോമോ ഊസിയ, പെരിക്കോറസിസ് എന്ന 2 തത്വങ്ങൾ വഴി ക്രൈസ്തവ ലോകം ആകെ പറഞ്ഞത് 3 ദൈവങ്ങളുണ്ട്. ശ്രദ്ധിച്ചു കേൾക്ക്. അവരാകെ പറഞ്ഞു വരുന്നത് 3 എന്നെന്ന് നിലനിൽക്കുന്ന 3 ദൈവങ്ങൾ, അവർ ഒന്നാണ്. ഏതർത്ഥത്തിൽ? അവരുടെ സ്വഭാവ ഗുണത്തിൽ ഒന്നാണ്. അതേപോലെ തന്നെ അവർ തമ്മിൽ വലിയ സ്നേഹത്തിലാണ്. എന്നല്ലാതെ സാറിന് പിതാവും പുത്രനും ഒരു ദൈവം തന്നെയാണെന്നാണ് സാറിന്റെ വിശ്വാസം? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് അല്ല, പിതാവും പുത്രനും ഒരു ദൈവമാണ്. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നതുകൊണ്ട് സാർ ഉദ്ദേശിക്കുന്നത് എന്താണ്? തുല്യ ആസ്തിക്യമുള്ള, തുല്യ ശക്തിയുള്ള, പിതാവിനെ കണ്ടാൽ പുത്രനെ കണ്ടു, പുത്രനെ കണ്ടാൽ പിതാവിനെ കണ്ടു എന്ന് പറഞ്ഞു. ഞാനും പിതാവ് ഒന്നാകുന്നു പറഞ്ഞു. പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് പറഞ്ഞു. ഈ പറയുന്നത് ഞാൻ ഏകനല്ല, എന്നെ അയച്ച പിതാവ് എന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് വഴി സാറ് മനസ്സിലാക്കുന്നത് പിതാവ് എന്ന് പറഞ്ഞ ദൈവം തന്നെയാണോ പുത്രൻ എന്നാണോ? അത് ഞാൻ പറയിപ്പിക്കുന്നില്ല. ഞാൻ പറയാം. അത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പിതാവിന്റെ ഒരു ദൗത്യമുണ്ട്, പുത്രന് ഒരു ദൗത്യമുണ്ട്. ദൗത്യം ചോദിച്ചില്ല. പിതാവ് എന്ന് പറയുന്ന ദൈവം, ആ ട്രയാങ്കിൾ എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഞാനും സാറും ഒക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ അല്ലെ. 6-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ ഖുർആൻ അവതരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അവതരിച്ചു. ഇന്ന് ഒരാൾ അത് വിശ്വസിക്കുന്നെങ്കിൽ അയാൾ മുസ്ലിമാണ്. സാർ ശ്രദ്ധിക്കും.
ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾ പരിശുദ്ധ ഖുർആനെ അംഗീകരിക്കുകയും പ്രവാചകൻ പഠിപ്പിച്ചത് അംഗീകരിക്കുകയും ചെയ്താൽ അയാൾ മുസ്ലിമാണ് എന്ന്. അല്ലാതെ എനിക്കിന്നൊരു ഇസ്ലാം ഉണ്ടാക്കി അത് വിശ്വസിക്കാൻ പറ്റില്ല എന്നതുപോലെ സാറും ഒക്കെ ഞാനും ഒക്കെ ജനിക്കുന്നത് വളരെ മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ത്രിയേകത്വം എന്ന് പറയുന്ന ഒരു വിശ്വാസം എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് സാറിന് വിശ്വസിക്കാം, വിശ്വസിച്ചാൽ ക്രിസ്ത്യാനിയാവാം. വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ അന്ന് മൂലം നിലനിന്ന് വന്ന് ക്രിസ്തു മതത്തിലെ ത്രിയേകത്വം സാറ് നിഷേധിക്കുന്നു, എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് നിഷേധിച്ചതുപോലെ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു നിലപാടേ ഉള്ളൂ. നമുക്കായിട്ടൊരു ത്രിയേകത്വം ഉണ്ടാക്കാൻ പറ്റില്ല. ആ പടം നിങ്ങൾ നോക്കിയാൽ ഡയഗ്രാം ഓഫ് ട്രിനിറ്റി, അത് പ്രൊട്ടസ്റ്റന്റുകാരും ആർസിക്കാരും എല്ലാം ഒരേപോലെ തന്നെ അതിനകത്ത് അവർ അടിസ്ഥാനമായി പറയുന്നത് ഫാദർ ഈസ് നോട്ട് ദി സൺ, പിതാവ് എന്ന് പറയുന്നത് പുത്രനല്ല. ഇനി ഞാൻ സാറിന് അറിയാവുന്ന പുസ്തകമായിരിക്കും ഇത്. പിതാവ് പുത്രന് സമനോ സാമിനോ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ റജി ഈട്ടിമുട്ടിൽ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ അവതാരികയിൽ നമ്മുടെ OM ഷാമുവൽ സാറുണ്ട്, അതേപോലെ തന്നെ MM സക്രിയ സാറുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പ്രഗത്ഭരായ ജോസ് മാങ്കുടിയുണ്ട്, PS തമ്പാനുണ്ട്. ഈ പ്രഗത്ഭരായ ആളുകളെല്ലാം എഴുതിയ പുസ്തകത്തിൽ യഹോവ സാക്ഷികളുമായി ജീവിതകാലം മുഴുവൻ ഡിബേറ്റ് നടത്തി MM സക്രിയ പറയുന്ന ഒരു ഭാഗം സാറിന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പല പാഷാണ്ഡ വിശ്വാസങ്ങളെ കുറിച്ച് പറയുന്നതിന്റെ കൂടെ പറയുകയാണ്, ചിലർ ദൈവപുത്രൻ പിതാവിന്റെ സൃഷ്ടിയാണെന്നും ദൈവമല്ലെന്നും പഠിപ്പിച്ചു. ആരെ പോലെ? റസലുകാർ പഠിപ്പിച്ചതുപോലെ. മറ്റു ചിലർ, അതിനകത്ത് സാറിന്റെ വിശ്വാസം ഉണ്ടെന്ന് സാർ പറയണം, മറ്റു ചിലർ പിതാവ് തന്നെയാണ് പുത്രനെന്നും ആ പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവായി വന്നതെന്നും മറ്റും പഠിപ്പിച്ച് അങ്ങനെ പല പല വചനവിരുദ്ധമായ ദുർവ്യാഖ്യാനങ്ങളും കഠിനമായ ദുരുപദേശങ്ങളും വ്യാപിച്ചു. എങ്ങനെ? പിതാവ് തന്നെയാണ് പുത്രൻ, അഥവാ പിതാവിന് പുത്രനെ കണ്ടാൽ പിതാവിനെ കണ്ടു എന്ന് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് ദുരുപദേശം. പിതാവ് പുത്രനിലുണ്ട് എന്ന് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് ദുരുപദേശം. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് ദുരുപദേശം എന്ന് ഇദ്ദേഹത്തിന് മാത്രമല്ല, ഇത് ഇച്ചിരി ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് ബാക്കിയുള്ള നമ്മുടെ ഈ പറഞ്ഞ സുശീലൻ സാറിന്റെയും അതേപോലെ പരിശുദ്ധ തൃത്വമൊക്കെ ഞാൻ വായിച്ചുള്ളൂ. എല്ലാവരും കോമൺ ആയിട്ട് അത് ഒരാളുടെ ഏതെങ്കിലും, ഇപ്പൊ ക്രൈസ്തവരിൽ ധാരാളം സെക്റ്റുകൾ ഉണ്ടാവും, അതിനകത്ത് ഏതെങ്കിലും ഒരു സെക്റ്റിനെ, ഇസ്ലാമിന് അനുകൂലമായ ഒരു സെക്റ്റിനെ കൊണ്ടുവന്നിട്ട് അതാണ് ക്രിസ്തുമതം എന്ന് പ്രചരിപ്പിച്ച് അങ്ങനെ ഒരു ലാഭം നേടുകയല്ല. മുഴുവൻ ക്രൈസ്തവരും ത്രിയേകത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഇതല്ലാതൊരു ത്രിയേകത്വം ഇല്ല. സാറിന് പുതിയ ഒരെണ്ണം ഉണ്ടാക്കി വേണമെങ്കിൽ വിശ്വസിക്കാം, പക്ഷെ ത്രിയേകത്വം എന്നതാണോ? ഇനി ഹോമോഊസിയ എന്ന് പറഞ്ഞിട്ട് ഇവരെ വിശദീകരിക്കുന്നത്, സുശീലൻ സാർ വിശദീകരിക്കുന്നതിലും ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്ത് വിശദീകരിക്കുന്നത്. ഞാൻ എൻ്റെ ആ മറ്റ് സീഡികൾ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടുത്തെ ചോദ്യോത്തരത്തിന് കൂടുതൽ സമയം നൽകണമെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തീർക്കേണ്ടി വന്നത്. ഞാൻ എളുപ്പത്തിൽ താങ്കളോട് വായിച്ചു കേൾപ്പിക്കാം. സുശീലൻ സാർ ഈ ഹോമോഊസിയ എന്ന് പറയുന്നത് വിശദീകരിക്കുന്നത് കേട്ടോളൂ. അദ്ദേഹം പറയുന്നത്, പിതാവ് സർവശക്തനാണ്, പുത്രനും സർവശക്തനാണ്, പരിശുദ്ധാത്മാവും സർവശക്തനാണ്. മൂന്നാളത്തങ്ങൾക്കും ഉള്ളത് ഒരേ ഒരു സർവശക്തിയാണ്. അതായത് ഒരേപോലുള്ള സർവശക്തിയാണ് മൂന്ന് പേർക്കും ഉള്ളത്. സർവശക്തി മൂന്ന് പേർക്കും പ്രത്യേകം വിഭജിക്കപ്പെടുകയാണെങ്കിൽ മൂന്ന് പേരും മൂന്ന് ദൈവങ്ങളായി തീരും. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഒരേപോലെ തുല്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, പിതാവിന് അതിന്റെ സമ്പൂർണതയിൽ തന്നെ സർവശക്തിയുണ്ട്, അതേപോലെ പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവിനുമുണ്ട്. എല്ലാ ദൈവിക ഗുണങ്ങളെ സംബന്ധിച്ചും കേട്ടണം, എല്ലാ ദൈവിക ഗുണങ്ങളെ സംബന്ധിച്ചും ഇത് സത്യമത്രേ. സകല ദൈവിക ഗുണങ്ങളുടെയും ആകത്തുകയാണ് സാരാംശം അഥവാ ഊസിയ. ദൈവിക ഗുണങ്ങളെല്ലാം അഭാജ്യമാണ്, അതായത് വിഭജിക്കപ്പെടാവുന്നതല്ല. തന്മൂലം ദൈവിക ഗുണങ്ങളുടെ എല്ലാം ആകത്തുകയായ സാരാംശം ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് ത്രിയേകത്വ ഉപദേശം അനുസരിച്ച് ഏക ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഹോമോ ഊസിയ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇദ്ദേഹം തന്നെ അതിന്റെ മൂന്നായിട്ടിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ദൈവിക ആളത്തങ്ങൾ വിഭിന്നങ്ങളാണെന്ന് പറയുമ്പോൾ പിതാവ് പുത്രനോ പരിശുദ്ധാത്മാവോ അല്ലെന്നും, പുത്രൻ പിതാവോ പരിശുദ്ധാത്മാവോ അല്ലെന്നും, പരിശുദ്ധാത്മാവ് പുത്രനോ പിതാവോ അല്ലെന്നും വ്യക്തമാക്കപ്പെടുന്നു. ഇത് മൂന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രൈസ്തവ സുഹൃത്തുക്കൾ പറയുന്ന ട്രിനിറ്റിയെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഈ മനുഷ്യർക്ക് പെട്ടെന്ന് ഇപ്പൊ എസൻസ് എന്താ, നേച്ചർ എന്താ, ഊസി എന്താണെന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുക. ബഹുദൈവങ്ങളുണ്ട്, പക്ഷെ അവർ തമ്മിൽ ഏറ്റക്കുറച്ചിലില്ല, അതേപോലെ തന്നെ നല്ല സ്നേഹമാണെന്ന് മാത്രമേ അർത്ഥം വരികയുള്ളൂ. ഇനി എൻ്റെ ബഹുമാനപ്പെട്ട ജ്യേഷ്ഠ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. സന്ദർഭം ഇതുമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. യേശുക്രിസ്തു ധാരാളം അത്ഭുതങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന സന്ദർഭത്തിൽ ധാരാളം ആളുകൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ധാരാളം ധാരണകൾ വെച്ച് പുലർത്തി. അവർ പറഞ്ഞു അത് മുൻകാലത്ത് മരിച്ചുപോയ ഏതോ ഒരു പ്രവാചകൻ ഉയർത്തെഴുന്നേറ്റതാണ്. ചിലർ പറഞ്ഞു അത് യെരമ്യാവാണ്, ചിലർ പറഞ്ഞു അത് ഏലിയാവാണ്, ചിലർ പറഞ്ഞു അത് വേറെ ഏതോ പ്രവാചകൻ ആണ് എന്നൊക്കെ പറഞ്ഞ് പല വീക്ഷണങ്ങൾ വെച്ച് പുലർത്തി.
അപ്പൊ യേശു ക്രിസ്തു ആളുകളോട് ചോദിച്ചു, ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു? അപ്പൊ അവരിതൊക്കെ പറഞ്ഞു. അപ്പൊ യേശു ക്രിസ്തു പത്രോസിനോട് ചോദിച്ചു, നീ എന്നെ കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു? അതുപോട്ടെ, ബാക്കിയുള്ളവരോടൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അവരെല്ലാം കണ്ടത് വെച്ച് പറയുക. നീ എന്റെ കൂടെ നടക്കുന്നവനാണല്ലോ, നിന്റെ വിശ്വാസം എന്താ? അങ്ങനെ അദ്ദേഹം പറഞ്ഞു, സുവിശേഷങ്ങളിൽ 2 തരത്തിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 സുവിശേഷങ്ങളിൽ 2 രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ളത് ഒന്നിനകത്ത് കാണാം, നീ ദൈവപുത്രനായ ക്രിസ്തു. 1. 2, നീ ദൈവത്തിന്റെ ക്രിസ്തു. 2 തരത്തിലുള്ള ഇത്. അതുകൊണ്ട് സാറിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള നീ ദൈവപുത്രനായ ക്രിസ്തു എന്നതിലേക്ക് നമുക്ക് എടുക്കാം, എന്നിട്ട് ചർച്ച ചെയ്യാം. ദൈവപുത്രനായ ക്രിസ്തു എന്ന് യേശു ക്രിസ്തു ഇവിടെ പത്രോസ് പറയുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, നിനക്കിത് മനുഷ്യനല്ല വെളിപ്പെടുത്തിയത്, സ്വർഗീയ മർമ്മങ്ങൾ നിനക്ക് ഗ്രഹിക്കാമെന്ന്, ദൈവമാണ് നിനക്ക് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു ക്രിസ്തു, അപ്പോൾ എന്നതിന്റെ അർത്ഥം എന്താ? ബൈബിളിലുടനീളം, ഞാൻ നേരത്തെ വിഷയാവതരണത്തിൽ പറഞ്ഞു, ബൈബിളിലുടനീളം ദൈവപുത്രം എന്ന പദപ്രയോഗമുണ്ട്. ഇസ്രായേലിനെ ദൈവപുത്രൻ എന്ന് പറയുന്നുണ്ട്, എഫ്രൈമിനെ പറയുന്നുണ്ട്, ശലോമോനെ പറയുന്നുണ്ട്, ദാവീദിനെ പറയുന്നുണ്ട്. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവമക്കളാണെന്ന് പറയുന്നുണ്ട്. മുഴുവൻ ആളുകളെയും പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ യേശുക്രിസ്തു ദൈവമാര, യേശുവാര, വിശ്വാസികളാര എന്ന് തരംതിരിക്കുന്ന ഒരു വാക്യം യേശുക്രിസ്തു പറയുന്നുണ്ട്. നിങ്ങൾ ഭൂമിയിൽ ആരും പിതാവെന്ന് പേരെടുക്കരുത്, നിങ്ങളുടെ പിതാവ് ഒരുവൻ മാത്രം ദൈവം. എന്നുവെച്ചാൽ നിങ്ങളുടെ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. 2, നിങ്ങൾ നായകൻ എന്ന് പേരെടുക്കരുത്, നിങ്ങളുടെ നായകൻ ഒരുവൻ മാത്രമേ ഉള്ളത്, ക്രിസ്തുവാണ്. നിങ്ങളെല്ലാവരും സഹോദരന്മാർ. ഇവിടെ എല്ലാവർക്കും പിതാവ് ഒരാളാണ്, ബാക്കിയെല്ലാം ദൈവമക്കളാണെന്ന് യേശുക്രിസ്തു തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി യേശുക്രിസ്തു പറഞ്ഞ ദൈവപുത്രത്വം നിത്യ വിശ്വാസ പ്രമാണം അല്ലെങ്കിൽ ക്രൈസ്തവ ലോകം വിശ്വസിക്കുന്ന തരത്തിൽ അനാദികാലത്തിൽ പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടി അല്ലാത്തവനുമാണ് എന്നുള്ള നിലയിലാണോ ദൈവപുത്രത്വം സാർ വിശ്വസിക്കുന്നത്? ജനിച്ചവനല്ല. ഞാൻ പറഞ്ഞത്, അനാദികാലത്തിൽ പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും എന്നുള്ളതാണോ സാറിന്റെ വിശ്വാസം? സാറ് ജനിക്കപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു. ത്രിയേകത്തിൽ യേശു ക്രിസ്തു അനാദിയായും ശാശ്വതമായും ദൈവമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മനുഷ്യനായി ജനിച്ചു എന്നുള്ളത് സത്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചില്ല. ഭൂമിയിലെ ജനനം നമ്മുടെ വിഷയമേ അല്ല. മറിയം ബീവി മറിയം ബീവി പ്രസവിക്കുന്നതിന് മുമ്പ് ദൈവപുത്രത്വം ഉണ്ടോ? ദൈവപുത്രനുണ്ട്. ഉണ്ട്. അതെവിടാ? എപ്പോഴാ ജനിച്ചിട്ടില്ല. മറിയം ബീവി പ്രസവിച്ചില്ല, മറിയം ബീവിയെ ജനിച്ചില്ല, ആകാശ ഭൂമി പോലും ഇല്ല. അന്ന് ദൈവപുത്രത്വം ഉണ്ടോ? പിതാവെന്ന് പറയുന്നുണ്ട്. യേശു ക്രിസ്തു പിതാവെന്ന് പറയുന്നുണ്ടല്ലോ. ഞാനത് പറയാം. ഞാൻ പിതാവും പുത്രനും ഒക്കെ വിശദീകരിക്കാം. ബൈബിളിൽ 2 തരത്തിലുള്ള പുത്രത്വത്തിനോട് ഞാൻ കിടക്കുകയാണ്. 2 തരത്തിലുള്ള പുത്രത്വം ബൈബിളിൽ പറയുന്നുണ്ട്. ഇത് രണ്ടുമല്ലാത്ത മൂന്നാമതൊരു പുത്രത്വം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ കിടക്കാം. യേശു ക്രിസ്തു തന്നെ മനുഷ്യപുത്രനെന്ന് അവകാശപ്പെട്ടു. എന്നാൽ അതുപോലെ അവകാശപ്പെട്ടവരാരുമില്ല. ഞാൻ മനുഷ്യപുത്രനെ എന്ന് പറഞ്ഞത് ധാരാളം ആളുകളുണ്ട്. അത് നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത്, യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രത്വം എപ്പോൾ ആരംഭിക്കുന്നു? യേശു എന്ന് പറയാം, അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് ജനിച്ചതാണോ ദൈവപുത്രൻ? കാരണം നമ്മൾ ദൈവത്തെ കുറിച്ച് പറയുന്ന ദൈവപുത്രൻ ജനിച്ചതല്ല. ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നു, ജനിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതല്ല പറയുന്നത്. അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നവൻ തന്നെയാണ് സാറ് പറയുന്നത്. പിതാവായ ആ ദൈവം തന്നെ ഭൂമിയിൽ അവതരിച്ചാലല്ലേ അത് നടക്കുള്ളൂ? പിന്നെ അതാണ് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്നുള്ള ആ കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് പിതാവ് പുത്രനെ അയക്കുന്നത്. മനുഷ്യനെ ചോദിച്ചത്, ആ പുത്രൻ എവിടെ? പാപികളെ രക്ഷിക്കാനായിട്ട് പുത്രൻ വരും. സാറേ, പാപിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ച വിഷയം, പിതാവിനൊരു പുത്രൻ ഉണ്ടായതെന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മളിപ്പോ മാർപ്പാപ്പയ്ക്ക് കുട്ടി ഉണ്ടായി, മദർ തെരേസയ്ക്ക് പിള്ളേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഗുരുതരമായ പ്രശ്നമാണെന്നറിയാം. അതിനെക്കാട്ടി ഗൗരവമായ ഒരു വിഷയമാണ് ദൈവത്തിന് കുട്ടി ഉണ്ടായോ ഇല്ലയോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ദൈവത്തിന് എന്നാണ് ഒരു പുത്രൻ ഉണ്ടായത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ദൈവം സാറേ, പ്രായം കൂടുതലുണ്ട്, ഞാൻ ചോദ്യം ചെയ്യാന്ന് വിചാരിക്കരുത്. സാർ അത് പറയോ അല്ലെങ്കിൽ ഞാൻ പറയോ ചെയ്യാം, കുഴപ്പമില്ല. ദൈവം പിതാവാണല്ലോ, സമ്മതിക്കുന്നുണ്ടല്ലോ. ദൈവം പിതാവാണെന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പറയുന്ന അർത്ഥത്തിലില്ല. ക്രൈസ്തവ ലോകം പറയുന്ന അർത്ഥത്തിൽ പുത്രനാണെന്നോ പിതാവാണെന്നോ ഞാൻ അംഗീകരിക്കുന്നില്ല. അങ്ങനെ വാദമില്ല. ബൈബിള് പറയുന്നു, ദൈവം പിതാവായിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് പുത്രനുമുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, ദൈവപുത്രത്വം എന്ന് ആരംഭിക്കുന്നു? സാറ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങ് പറയാം. എന്താ കേട്ടില്ല? യേശുവിൻ ഇപ്പൊ ഭൂമി ജനിച്ചതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മൾ വിട്ടു. നമുക്ക് പറയാനുള്ള വിഷയം, എന്നാണ് ദൈവത്തിനൊരു പുത്രൻ ജനിച്ചത്?
ഞാൻ മറുചോദ്യം ചോദിക്കുന്നത്, ദൈവം പിതാവാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുവെങ്കിൽ പിതാവാകുന്നത് പുത്രനുണ്ടായെങ്കിലല്ലേ പിതാവെന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ അങ്ങനെ ജനിച്ചിട്ടില്ല. പുത്രൻ സൃഷ്ടിയല്ല. പുത്രൻ സൃഷ്ടിയല്ല. ജനിച്ചോ? ജനിച്ചോ? അതാ പറഞ്ഞു, ജനിച്ചതല്ല, സ്വയമേ ഉള്ളവനാ, സ്വയമേ ഉള്ളവൻ. ഇനി ഇത് മാറ്റിക്കോ. ക്രൈസ്തവ ലോകം പറയുന്നത്, ക്രൈസ്തവ ലോകം ട്രിനിറ്റി എല്ലാവരും ബൈബിളാണ് ഞാൻ പറയുന്നത്. സാറ് ട്രിനിറ്റി അംഗീകരിക്കുന്നില്ല. AD 325 ക്രൈസ്തവ ലോകം എഴുതി വെക്കുകയും RC-ക്കാർ പറഞ്ഞ ആ വിഷയം പ്രൊട്ടസ്റ്റന്റുകാരെല്ലാം ഉൾപ്പെടെ അംഗീകരിക്കുന്ന, സാറ് ഈ തൃത്വം അംഗീകരിച്ചുകൊണ്ടാണ് സാറ് മുന്നോട്ട് വന്നത്. ഇദ്ദേഹം തൃത്വം നിഷേധിച്ചു, താങ്കൾ തൃത്വത്തെ അംഗീകരിച്ച് മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ തൃത്വം ക്രൈസ്തവ ലോകത്തിൽ പല വ്യത്യസ്തങ്ങളായ ഇല്ല, ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ടാണ്, ബൈബിളിൽ തെറ്റില്ല. ഞാൻ പറഞ്ഞത് ഏകോപിച്ച് എല്ലാവരും പറഞ്ഞിരിക്കുന്ന ട്രിനിറ്റിയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഇരിക്കുന്ന ഈ ആളിനെയൊക്കെ സാർ അംഗീകരിക്കുന്നതല്ലേ? അല്ലേ? അവരുടെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. അവരുടെ പുസ്തകത്തിൽ നിന്നാണ് പറഞ്ഞത്. അതിനകത്ത് ശ്രദ്ധിച്ചു കേട്ടോ, എന്താണ് ഈ പരിശുദ്ധ ഖുർആൻ വളരെ ഗുരുതരമായി ഗൗരവമായി വയുന്തറല്ലദീന ഖാലു തഹദല്ലാഹു വലദൻ, അള്ളാഹുവിന് പുത്രനുണ്ടായി എന്ന് പറയുന്നവരെ വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകാനുള്ള കാരണം എന്താ? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നിക്കിയ വിശ്വാസ പ്രമാണം ഞാൻ സാറിന് വായിക്കാം. എല്ലാവരും കേൾക്കാം, സാറിന് വേണ്ടിയല്ല, മൊത്തത്തിൽ വായിക്കാം. ശ്രദ്ധിച്ചു. സർവശക്തനായ പിതാവും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവും ആയ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏക കർത്താവും ദൈവപുത്രനും. ഇനി കേട്ടോ എങ്ങനെ ദൈവപുത്രനായിരുന്നു? പിതാവിൽ നിന്ന്, അതായത് പിതാവിന്റെ സത്തയിൽ നിന്ന് ജനിച്ച ഏകജാതനും, ദൈവത്തിൽ നിന്നുള്ള ദൈവവും, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും, സത്യദൈവത്തിൽ നിന്നുള്ള ദൈവവും, ജനിച്ചവനും എന്നാൽ സൃഷ്ടിയല്ലാത്തവനും. ജനിച്ചവനും എന്നാൽ സൃഷ്ടിയല്ലാത്തവനും. അപ്പോഴാണ് പുത്രനാവുള്ളൂ. പ്രസ്താവന തെറ്റാ. അപ്പൊ നിക്കിയ ഔട്ട്. ഇനി സാറ് പറയുന്നതിലേക്ക് കിടക്കാം. നമുക്ക് അതിങ്ങോട്ട് ഓരോന്നങ്ങോട്ട് അത് മാറി, അത് നമ്മൾ ഇനി അത് ചർച്ച ചെയ്യുന്നില്ല. യെസ്. ഇനിയിപ്പം സാറ് പറഞ്ഞല്ലോ ദൈവപുത്രത്വം, ആ ദൈവപുത്രത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പം യേശുക്രിസ്തു ഒരു ദൈവപുത്രത്വം അവിടെ നമ്മുടെ പത്രോസ് പറഞ്ഞു, ദൈവപുത്രനെ കുറിച്ച് പറഞ്ഞു, ഇല്ലേ? ഈ ദൈവപുത്രൻ എന്ന് പറയുന്നത് ഇനിയും ഏതർത്ഥത്തിലാണ് സാറ് മനസ്സിലാക്കുന്നത്? ഏതർത്ഥത്തിൽ? പുത്രൻ എന്നൊരു പദം പറഞ്ഞണമെങ്കിൽ ജനിക്കണം, മകനാവണം. ആരുടെ മകൻ? എപ്പോ ജനിച്ചു? ദൈവപുത്രൻ സമം ദൈവം, പിതാവ് തന്നെ. ഇതാണ് അന്ന് യഹൂദന്മാർ യേശുവിനെ ക്രൂശി തറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതാ ഞാൻ വേണേ വായിച്ചു കേൾപ്പിക്കാം. അത് ഞാൻ വിശദീകരിക്കാം. ഞാനത് വിശദീകരിക്കാം. ഞാൻ ചോദിക്കുന്നത്, സാറേ ഞാൻ ഇത് ചെയ്യല്ല, പിതാവ് എന്ന് പറയുന്ന ഏകനായ ഒരു ദൈവം, ആ ദൈവത്തിന് ഒരു പുത്രൻ അനാദികാലത്തിൽ ഉണ്ടായി. അതായത് പടച്ചവരെ അള്ളാഹുവിന് പണ്ട് അനാദികാലത്തിൽ, കാലങ്ങളൊക്കെ നിർണയിക്കപ്പെടുന്നതിന് മുമ്പ് അനാദികാലത്തിൽ ഒരു കുട്ടി, ദൈവത്തിന്റെ അതേ ഗുണത്തോടു കൂടി ഒരു കുട്ടി ജനിച്ചു. ആ ജനിച്ച കുട്ടിയാണ് ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നത്. ആ കുട്ടി എന്ന് വെച്ചാൽ പൂർണ്ണ യോഗ്യതയോട് കൂടിയുള്ള കുട്ടി എന്നാണ് ക്രൈസ്തവ വിശ്വാസം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഗുരുതരമായ വാദം അവരുടെ തൊള്ളയല്ലാതെ തെളിവില്ല, ഗുരുതരമായ വാക്ക് അവരുടെ തൊള്ളയിൽ നിന്ന് പുറപ്പെട്ടു, അവർ കള്ളമാണ് ആ വിഷയത്തിൽ പറയുന്നതെന്ന് പറയുന്നത്. അത് ത്രിയേകം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ വിശ്വാസമില്ല, അത് പോട്ടെ. ഇനി ഞാൻ ദൈവപുത്രത്വം വിശദീകരിക്കും. ഇനിയിപ്പോൾ സമയം നമ്മൾ അതിനുവേണ്ടി കളയുന്നില്ല. ഇതിനകത്ത് ഈ അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ നേരത്തെ വായിച്ച പുസ്തകത്തിൽ നിക്കാ വിശ്വാസ പ്രമാണം ഞാൻ വായിച്ചു. അതിനുശേഷമുള്ള ഇവരുടെ ഈ കത്തോലിക്കരുടെ പുസ്തകത്തിൽ അവർ വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്, പിതാവിൽ നിന്ന് ജനിച്ചെങ്കിൽ പോലും പുത്രനെക്കാട്ടി പ്രായക്കൂടുതൽ പിതാവിനില്ല എന്ന് തുടങ്ങി ധാരാളം ഇതുണ്ട്. പിതാവിന്റെ സത്ത തന്നെ ആയവനും ജനിക്കപ്പെടാത്തവനും. ഇത് കേട്ടണം, അവര് പറഞ്ഞത് ജനിക്കപ്പെട്ടില്ല, പക്ഷെ നേരെ മറിച്ചിട്ട് സ്വയം അങ്ങ് ജനിച്ചു. പിതാവ് ആഗ്രഹിച്ച് ജനിച്ചതല്ല, പുത്രൻ സ്വയം അങ്ങ് ജനിച്ചു. ആളില്ലാതിരിക്കെ തന്നെ സ്വയം ഒരു തീരുമാനം ഉണ്ടായി. ആളില്ല, പക്ഷെ തീരുമാനം ഉണ്ടായി എന്നാണ് പറയുന്നത്. പിതാവിന് സത്ത തന്നെ ആയവനും ജനിപ്പിക്കപ്പെടാത്തവനുമായ പുത്രനാണ് അവിടുന്ന് സൃഷ്ടിക്കപ്പെട്ടവനല്ല, ആരംഭമില്ലാതെയും കാരണമില്ലാതെയും പിതാവിൽ നിന്ന് ജന്മം കൊണ്ടവനാണ്. നിത്യകാലം മുതലേ അവൻ പിതാവിൽ നിലനിൽക്കുന്നു. ആരംഭമില്ലാതെയും പിതാവിന് മുൻ അസ്തിത്വമില്ലാതെയും അവൻ എങ്ങനെ ജന്മം കൊണ്ടു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം രഹസ്യത്താൽ ആവരണം ചെയ്യപ്പെട്ട കാര്യമാണ്. അതെന്താണ്? രഹസ്യത്താൽ ആവരണം ചെയ്യപ്പെട്ട. എന്തെന്നാൽ പിതാവും പുത്രനും പരസ്പര തുല്യരും ഒരുപോലെ നിത്യതയിൽ നിലനിൽക്കുന്നവരുമാണ്. നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന കാര്യം പിതാവും പുത്രനും ഒരു കൂട്ടായ്മയുടെ സ്വഭാവത്തിൽ ജീവിക്കുന്നു എന്നുമാണ്. എന്നിട്ട് ഇങ്ങനെ തുടർന്ന് ഇങ്ങോട്ട് പറയുന്നതിനകത്ത് കാണാം, പിതാവിന് പുത്രനെക്കാട്ടി പ്രായക്കൂടുതലൊന്നുമില്ല. പിതാവിൽ നിന്നാണ് ജനിച്ചതെങ്കിലും
പുത്രന് പിതാവിനെക്കാട്ടി പ്രായക്കൂടുതലില്ല എന്നൊക്കെ ഇദ്ദേഹം ഇതിനകത്ത് വിശദീകരിക്കുന്ന കാണാം. ഇനി ബൈബിൾ അങ്ങനെ പറയുന്നില്ല. ട്രിനിറ്റി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ട്രിനിറ്റി വിശദീകരിക്കുമ്പോൾ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോ, ഇനി ദൈവപുത്രത്വം എന്താണെന്ന് വിശദീകരിക്കുക. ഇനി ദൈവപുത്രത്വം എന്താണെന്ന് വിശദീകരിക്കുക. ദൈവപുത്രത്വം ഇപ്പൊ യേശുക്രിസ്തു ഒരു ദൈവപുത്രത്തെ കുറിച്ച് പറഞ്ഞു, ശിഷ്യന്മാരൊരു ദൈവപുത്രത്തെ കുറിച്ച് പറഞ്ഞു എന്നതുകൊണ്ട് ഇവർ വിശ്വസിച്ചത് യേശുക്രിസ്തു ഏതർത്ഥത്തിലുള്ള ദൈവപുത്രനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ രണ്ട് കോട്ടിങ് പറയാം. ഒന്ന്, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെയുള്ള ജനനമല്ല, നേരെ മറിച്ചിട്ട് ബൈബിളിലുടനീളം ദൈവത്തിന്റെ പുത്രന്മാർ എന്ന പദപ്രയോഗമുണ്ട്. ദാവീദിനുണ്ട്, ശലോമോനുണ്ട്, മറ്റാളുകൾക്കുണ്ട്, വിശ്വാസികൾക്ക് മുഴുവനുണ്ട്, വചനം മൂലം ജനിക്കുന്നവർക്കുണ്ട്. ബൈബിൾ ഭാഷ പറഞ്ഞാൽ നശ്വരമായ ബീജത്തിൽ നിന്നല്ല, കെടാത്ത വചനമാകുന്ന ബീജം കൊണ്ട് ജനിക്കുന്നവരെ മുഴുവൻ ദൈവമക്കൾ എന്ന് വിളിക്കുന്ന രീതി ഉണ്ട് ബൈബിളിൽ. ഇനി യേശുക്രിസ്തുവിന്റെ ദൈവപുത്രത്വം വിശ്വസിച്ച ആളുകൾ യേശുക്രിസ്തുവിനെ ഏതർത്ഥത്തിൽ മനസ്സിലാക്കി, അതേപോലെ യേശുക്രിസ്തു എങ്ങനെയാണ് പുത്രത്വം വിശദീകരിച്ചത് കാണാം. യേശുക്രിസ്തു ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് യേശുക്രിസ്തു പറഞ്ഞു, പിതാവ് എന്നെ അയച്ചത് ഞാൻ സ്വന്തമായിട്ട് പിതാവ് എനിക്ക് നിത്യജീവൻ ഇവർക്ക് നൽകാൻ വേണ്ടി അയച്ചിരിക്കുന്നു, എല്ലാവർക്കുമല്ല, ദൈവം തെരഞ്ഞെടുത്തവർക്ക് മാത്രമാണ് ഞാൻ നിത്യജീവൻ കൊടുക്കുന്നത് എന്ന് തുടങ്ങി. അതേപോലെ ഞാൻ ആർക്കെങ്കിലും നിത്യജീവൻ കൊടുത്തു കഴിഞ്ഞാൽ അവരെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ആർക്കും കഴിയുകയില്ല, കാരണം അത് പിതാവിന്റെ സംരക്ഷണയിലാണ് എന്നിങ്ങനെ നീണ്ട ഭാഗം വിശദീകരിച്ചതിന് ശേഷം യേശുക്രിസ്തു പറഞ്ഞു, ഞാനും പിതാവ് ഒന്നാണ്. അപ്പൊ യഹൂദൻ കല്ലെടുത്തു. കാരണം യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കാൻ പറ്റാത്ത വാക്കാണ്. യഹൂദൻ കല്ലെടുത്തിട്ട് ചോദിച്ചു, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞതിന് അവർ കല്ലെടുത്തു. അപ്പൊ യേശുക്രിസ്തു അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഏത് ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കല്ലെടുക്കുന്നത്? ഉടനെ അവർ പറഞ്ഞു, നീ നിന്നെ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ദൈവത്തിനോട് സമനാക്കി ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു എന്ത് പറയണം? കറക്റ്റ്, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്, ഞാൻ ദൈവത്തിന് തുല്യനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എറിയാം എന്നാണ് യേശുക്രിസ്തു വിശദീകരിക്കേണ്ടത്. എന്നാൽ യേശുക്രിസ്തു അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, മുമ്പ് വചനം ലഭിച്ചവരെ ദൈവം തന്നെ ദേവന്മാരെന്നും, അതായത് സങ്കീർത്തന പുസ്തകത്തിൽ 82 കാണാം, അവർ വചനം ലഭിച്ചവർ അവർ അത്യുന്നതന്റെ മക്കൾ എന്നറിയപ്പെടും. അങ്ങനെ സാധാരണക്കാരായ ആളുകൾ വരെ ദൈവത്തിന്റെ മക്കളാകുമെങ്കിൽ ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് അയച്ച ഞാനോ? അഥവാ വചനം കൊണ്ട് യേശുക്രിസ്തുവിന്റെ വചനം മൂലം വിശ്വസിക്കുന്നവർ വരെ ദൈവമക്കളാകുമെങ്കിൽ വചനം കൊടുത്തുവിട്ട യേശുവോ? ഞാൻ അങ്ങനെ അവകാശപ്പെടുന്നതിൽ എന്താണ് തെറ്റ് എന്ന് യേശുക്രിസ്തുവോട് ചോദിക്കുന്നു. ഇതിന് ശേഷം യേശുക്രിസ്തു യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ പത്രോസിന്റെ വിശ്വാസം എന്താ? ഇനി യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച ചില ആളുകളുടെ വിശ്വാസം പറയാം. യേശുക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ച ഒരു സംഭവം പറയുന്ന സ്ഥലത്ത് യേശുക്രിസ്തു മാർത്ത എന്ന് പറയുന്ന ആളുടെ ബെഥാനിയ എന്ന് പറയുന്ന ഈ പറയുന്ന നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ യേശുക്രിസ്തുവിനെ എതിരേറ്റുകൊണ്ട് അവിടെ മാർത്തയും മറിയയും വരുന്നു. യേശുക്രിസ്തു മാർത്തയോട് ചോദിക്കുന്നു, അപ്പൊ പറഞ്ഞു, ഇങ്ങനെ എന്റെ സഹോദരൻ ലാസർ മരിച്ചുപോയി എന്നുള്ള വിഷയം പറയുമ്പോൾ യേശുക്രിസ്തു പല സംഭാഷണത്തിലൂടെ യേശുക്രിസ്തു ചോദിക്കുന്നു, മാർത്ത, നീ എന്നെ വിശ്വസിക്കുന്നില്ലയോ? കാരണം മാർത്ത പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നതിൽ മരിക്കുകയില്ല, കാരണം നീ എന്തു പറഞ്ഞാലും ദൈവം കേൾക്കും. അതായത് നീ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ എന്റെ സഹോദരൻ എന്ത് ചെയ്യുമായിരുന്നു? മരിക്കാതെ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം സംഭാഷണ മധ്യേ യേശുക്രിസ്തു ചോദിച്ചു, നീ എന്നെ വിശ്വസിക്കുന്നില്ലയോ മാർത്തെ? അവിടെ മാർത്ത പറഞ്ഞു, നീ ലോകത്തിലേക്ക് വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെ എന്ന് വിശ്വസിക്കുന്നു. ഈ മാർത്തയാണ് എന്ത് പറയുന്നത്? യേശുക്രിസ്തു ദൈവമാണെന്നല്ല പറയുന്നത്. യേശുക്രിസ്തു എന്താണെന്നാണ് പറയുന്നത്? യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഇനി മുന്നോട്ട് പോകുന്നു. യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നു. ഞാൻ വിശദീകരിച്ചു, ഞാൻ തീർന്നതിന് ശേഷം വായിക്കാം. യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നു. യേശുക്രിസ്തു അവിടെ നിന്നുകൊണ്ട് പറയുന്നു, പിതാവേ, നീ എപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നീ എപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് എനിക്കറിയാം. എങ്കിലും ഈ ജനം എന്നെ വിശ്വസിക്കേണ്ടതിന് ഞാൻ നിന്നോട് പറയുന്നു, ഈ ജനം നീ എന്നെ അയച്ചു എന്ന് ഈ ജനം വിശ്വസിക്കേണ്ടതിന് ഞാൻ പറയുന്നു, ലാസറെ പുറത്തു വരിക. ഇവിടെ മാർത്തയുടെ വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു ദൈവത്തിന്റെ അടുക്കൽ സ്വീകാര്യനാണെന്നും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുമാണ് വിശ്വസിച്ചത്. ഇനിയും അടുത്തത് യേശുക്രിസ്തു ഈ പറയപ്പെട്ട പത്രോസിന്റെ വിശ്വാസം എന്താ? യേശുക്രിസ്തു ദൈവമാണെന്നാണോ? യേശുക്രിസ്തുവിനെ കുറിച്ചിട്ട് പറയുന്നു, പത്രോസ് പറയുന്നു, ഞാൻ എന്റെ വിഷയാവതരണ വേളയിൽ ഞാൻ ഉദ്ധരിച്ചു. യേശുക്രിസ്തു പറയുന്നു, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്നെ അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. ആര്? പത്രോസ് പറയുകയാണ്, പരിശുദ്ധ ദാസനാണ് യേശു. വീണ്ടും യേശുക്രിസ്തു വിശദീകരിക്കുകയാണ്. പത്രോസ് പ്രാർത്ഥിക്കുകയാണ്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലെ സകലതും സൃഷ്ടിച്ച നാഥ, നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിനെതിരായി ധാരാളം ആളുകൾ ഇവിടെ കൂട്ടം കൂടി.
ഇവിടെയും ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും സൃഷ്ടിച്ച നാഥൻ എന്ന് യേശുവിനെയല്ല വിളിക്കുന്നത്. ആ നാഥന്റെ പരിശുദ്ധ ദാസനാണ് യേശു എന്ന് പത്രോസ് അടിവരയിട്ട് പറയുന്നത് കാണാം. ഇനിയും സുഹൃത്ത് ചോദിച്ച ചോദ്യം, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ യേശുക്രിസ്തു ഇത് പറയുമ്പോൾ യേശുക്രിസ്തു ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? യേശുക്രിസ്തു അവരെ കുറിച്ചിട്ട് വിശദീകരിക്കുന്നത് കാണാം. യേശുക്രിസ്തു അവരോട് നടത്തുന്ന ഒരു സംഭാഷണത്തിൽ കാണാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണാം. യേശുക്രിസ്തു അവരോട് സംഭാഷണ മധ്യേ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടത്? ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. അപ്പോൾ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുകയില്ല. അബ്രഹാമിന്റെ മക്കളായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? എനിക്കെതിരെ ദുരാരോപണം പറയുകയും എന്നെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുകയില്ലായിരുന്നു. ഉടനെ അവർ പറഞ്ഞു, എന്നിട്ട് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളല്ല. ഉടനെ അവർ അല്പം കൂടെ കടുപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് ഒറ്റ പിതാവേ ഉള്ളൂ, അത് ദൈവമാണ്. അതായത് ഞങ്ങൾക്ക് ആ ദൈവത്തിന്റെ മക്കളാണ് ഞങ്ങൾ എല്ലാവരും. രണ്ടാമത് അവർ പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞു, ദൈവമായിരുന്നു നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല. പക്ഷെ നിങ്ങളുടെ പിതാവ് മറ്റൊരുത്തനാണ്, അവൻ തുടക്കം മുതലേ, നിങ്ങളുടെ പിതാവ് പിശാചാണ്, അവൻ തുടക്കം മേലെ വ്യാജ ആരോപണങ്ങളും അതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങളും എനിക്കെതിരായിട്ട് ഉന്നയിക്കുന്നു. എന്നിട്ട് യേശുക്രിസ്തു അവരെ കുറിച്ച് പറയുകയാണ്, ഈ ദുരാരോപണം ഉന്നയിക്കുന്ന യഹൂദ സമൂഹത്തെ കുറിച്ച് യേശുക്രിസ്തു പറയുകയാണ്, എന്റെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ട്? ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടത്രേ. പിശാച് എന്ന പിതാവിന്റെ മക്കളാണ് നിങ്ങൾ. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതലേ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലാത്തത് കൊണ്ട് അവൻ സത്യത്തിന്റെ വശത്ത് നിൽക്കുന്നതുമില്ല. വ്യാജം പറയുമ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കുക, യേശുക്രിസ്തു പറയുന്നതല്ല അവർ പറയുന്നത്. വ്യാജം പറയുമ്പോൾ സ്വന്തം ഭാഷ സംസാരിക്കുന്നു. അവർ സ്വന്തത്തിൽ നിന്ന് എടുത്ത് സംസാരിക്കും. അവൻ വ്യാജം പറയുന്നതിനും വ്യാജത്തിന്റെ അപ്പനുമാകുന്നു. യേശുക്രിസ്തു ഒരു കാര്യം പറയുമ്പോൾ യേശുക്രിസ്തു പറയാത്ത ഒരു അർത്ഥം അവർ കൊടുത്തുകൊണ്ട് യേശുക്രിസ്തുവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. എങ്കിൽ യേശുക്രിസ്തു ഇവരോട് പറഞ്ഞില്ല, നിങ്ങൾക്ക് സ്വർഗീയ മർമ്മങ്ങൾ ഗ്രഹിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകപ്പെട്ടു എന്ന്. നിഷേധികളായ യഹൂദന്മാര്, ഞാൻ ദൈവത്വം വാദിക്കുന്നു എന്ന് പറഞ്ഞ ഈ യഹൂദന്മാരോട് നിങ്ങൾക്ക് സ്വർഗീയ മർമ്മങ്ങൾ ഗ്രഹിക്കാനുള്ള വരം നൽകപ്പെട്ടു എന്നല്ല പറഞ്ഞത്. ഇവരെ കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ പിശാചിന്റെ മക്കളാണ്, നിങ്ങൾ വ്യാജം പറയുന്നു, നിങ്ങൾ പിശാചിന്റെ മക്കളാണ്, നിങ്ങൾ വ്യാജം പറയുമ്പോൾ സ്വന്തമായ ഭാഷയിൽ നിന്ന് പറയുന്നു. അതായത് ഞാൻ പറയാത്ത നിങ്ങളൊരർത്ഥം കൊടുക്കുന്നു. യേശുക്രിസ്തു എന്നാൽ അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞു, അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗീയ മർമ്മങ്ങൾ ഗ്രഹിക്കാനുള്ള വരം നൽകപ്പെട്ടു. ആ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ആ അപ്പോസ്തലന്മാർ ചെയ്തതിൽ നിന്നും ഞാൻ പറഞ്ഞു, അവർ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തിന്റെ ദാസൻ മാത്രമാണ് യേശുക്രിസ്തു എന്നാണ് മനസ്സിലാക്കിയത്. അല്ലാതെ യേശുക്രിസ്തു ദൈവതുല്യനാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ ഫിലിപ്പോസ് സാറിന് കൂടുതൽ സമയം കൊടുക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു പക്ഷേ മറ്റുള്ളവർ മറ്റാർക്കും സമയം കൊടുത്തില്ല എന്നൊരു പക്ഷേ ആരോപണം എന്ത് ചെയ്യും ഉണ്ടാകും. ഒരു മിനിറ്റ് കൊണ്ട് ചോദിക്കണം. മാർത്തയോട് യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ യേശുക്രിസ്തു മാർത്തയോട് പറയുന്നുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞെന്നാൽ എന്നെ കൂടാതെ വേറൊരാളില്ല, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞെന്നാൽ ജീവൻ നൽകുന്നവൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ടാണ് ലാസറിനെ ഉയർപ്പിച്ചത്. വളരെ പെട്ടെന്ന് മറുപടി പറയാണ്. യേശുക്രിസ്തു അവിടെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തു പറയുന്നത്, യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ ജീവനും പുനരുദ്ധാനവുമാകുന്നു. ഞാൻ തന്നെ ജീവനും, പുനരുദ്ധാനം എന്ന വാക്ക് തന്നെ അറിയാം, അതൊരു ക്രിയയാണ്. യേശുക്രിസ്തു പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് പുനരുദ്ധാനം, യഥാർത്ഥ പുനരുദ്ധാനം ലഭിക്കുക. അതേപോലെ യേശുക്രിസ്തു ജീവനാണെന്നല്ല, യേശുക്രിസ്തു പറഞ്ഞു, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ നിങ്ങളും ജീവിക്കേണ്ടതിന് എന്നെ ഭക്ഷിക്കണം. ഇവിടെയെല്ലാം യേശുക്രിസ്തു പറഞ്ഞു, ജീവനുള്ള വചനം പിതാവിൽ നിന്ന് യേശുക്രിസ്തുവിന് ലഭിക്കുകയും യേശുക്രിസ്തു ആ ജീവനുള്ള വചനം ജനങ്ങൾക്ക് കൊടുക്കുകയും ആ ജീവൻ സ്വീകരിച്ചുകൊണ്ട് അവർ ദൈവമക്കളാകുകയും ചെയ്യുന്ന പ്രക്രിയയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇവിടെ യേശുക്രിസ്തുവിന് ജീവനുള്ള വചനം ലഭിച്ചു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇവിടെ യേശുക്രിസ്തു ദൈവമാണെന്ന് വരുന്നില്ല.